So hello students. Last class നമ്മൾ equations just ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു സിംഗിൾ അൺനോൺ ഉള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു ഇക്വേഷന്റെ ഫോമിൽ തന്നതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ചില കേസസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് ആക്കിയിട്ട് തരും. ആ സെന്റൻസിൽ നിന്നും നമ്മൾ ഒരു ഇക്വേഷൻ ആദ്യം എന്ത് ചെയ്യണം, ആ ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 2/3 of a number increased by 7 equals 27. Find the number. അപ്പൊ നമുക്കുള്ള ക്വസ്റ്റ്യന്റെ എല്ലാ ഹിന്റും എന്തിൽ തന്നിട്ടുണ്ടാവും, ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അത് ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആ നമ്പർ ആണ് നമ്മൾ കാണേണ്ടത്. ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അറിയാത്തൊരു സാധനമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. നമ്മൾ നോർമലി എന്താ എടുക്കുന്നത്, എക്സ് ആക്കിയിട്ട് എടുക്കുന്നത് അല്ലെ. അപ്പൊ സോ ഫസ്റ്റ് ലെറ്റ് the number is equal to, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നില്ലേ, സെയിം പാറ്റേൺ തന്നെ കേട്ടോ. അപ്പൊ let the number be x എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. 2/3 of a number. അപ്പം ഈ ഒരു നമ്പറിന്റെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്പറിന്റെ 2/3 എന്നാണ്. 2/3 means what? It is 2/3. That is 2/3 of a number. That means 2/3 of x. അത് into x ആണ് ട്ടോ ഉദ്ദേശിക്കുന്നത്. increased by 7. increased by 7 means 7 is increased to it. That means plus 7 equals 27. That is equal to 27. So that ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റി. 2/3 of a number increased by 7 equals 27. അപ്പൊ നമുക്ക് കിട്ടി 2/3 x plus 7 equal to 27. അപ്പം നേരിട്ട് ഇങ്ങനെ തരാതെ ഈ ഒരു ഫോർമാറ്റിലും തരും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ലീനിയർ ഇക്വേഷനിൽ ഒരു 2/3 വരുന്നുണ്ട്. അപ്പം ഈ by 3 നമുക്ക് എന്ത് ചെയ്യണം, ലീനിയർ ആക്കിയിട്ട് മാറ്റണം. നിങ്ങൾക്ക് അറിയായിരിക്കും LCM എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി അല്ലെ. എന്തായിരുന്നു LCM എന്ന് പറഞ്ഞാല്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കൊണ്ട് എന്ത് ചെയ്യാം, ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇനി അത് അറിയാത്തവര് എന്ത് ചെയ്താൽ മതി, ഈ 2ക്ക് മാത്രല്ലേ ഈ 3 ഉള്ളൂ, 2ന്റെ താഴെയല്ലേ ഈ 3 ഉള്ളേ. അപ്പൊ നമുക്ക് എല്ലാറ്റിനും എന്ത് കൊടുക്കണം, ഈ ഇക്വേഷനെ ഹോൾ ഡിവൈഡഡ് ബൈ ആക്കണമെങ്കിൽ ഇവിടെ നീ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്ത് തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട് അതിനൊക്കെ ഈ 3 കൊടുക്കണം. ദാറ്റ് മീൻസ് ഇതിനോടൊക്കെ എന്ത് ചെയ്യാ, ഈ 3നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, 2 into x എന്ന് പറഞ്ഞാൽ 2x plus 7 into 3 എത്രയാണ് 21 all divided by 3 is equal to 27 എന്ന് നമുക്ക് എഴുതി. അപ്പം ഈ ഡിവൈഡഡ് ബൈ 3നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും, into 3 ആവും. അപ്പൊ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾ ഡിവൈഡഡ് ബൈ 3 ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഏതൊക്കെ ടേമിനാണോ 3 ഇല്ലാത്തത് അതിനോടൊക്കെ എന്ത് ചെയ്തു, into 3 ചെയ്തു. ഇവിടെ 7 മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് 2x plus 21/3 is equal to 27 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഡിവൈഡഡ് ബൈ 3 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും, into 3 ആവും. ദാറ്റ് ഈസ് 2x plus 21 is equal to 27 into 3. So what is 27 into 3? So 2x is equal to 81 minus 21. എത്ര 81 minus 21 വരുന്നത് 60 വരും അല്ലേ. So that 2x is equal to 60. x is equal to 60 divided by 2, that is equal to 30. So that the answer is x is equal to 30. അപ്പോൾ നമ്മൾ ആ കണ്ടുപിടിച്ച നമ്പർ എന്താണ്, x equal to 30 എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ x-ന് പകരം 30 ഇട്ട് കൊടുത്താൽ നമുക്ക് ഇപ്പുറത്ത് എന്ത് കിട്ടണം, 27 എന്നുള്ളത് കിട്ടണം. അപ്പം ഇത്രയാണ് ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A market demand curve is given by the equation D is equal to 50 minus 5p. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ maximum price when demand is 0. Second one amount demanded when commodity is free. Actually ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് ചോദിച്ചത് കുറച്ചൊരു കൺഫ്യൂസിങ് രീതിയിലാണേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D is equal to 50 minus 5p. D എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്, P എന്ന് പറഞ്ഞാൽ പ്രൈസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ മാക്സിമം പ്രൈസ് വെൻ ഡിമാൻഡ് ഈസ് 0. അപ്പൊ തന്നിട്ടുള്ള ഹിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് മാക്സിമം പ്രൈസ് കാണാനാണ്. പക്ഷെ എന്താ തന്നിട്ടുള്ളത്, when demand is 0. ഇവിടെ നമുക്ക് D അറിഞ്ഞൂടാ, P അറിഞ്ഞൂടാ അല്ലെ, രണ്ട് അൺനോൺസ് ഉണ്ട്.
ശരിക്കും നമുക്ക് എത്രേ പാടുള്ളൂ? ഒരു അറിയാത്ത സംഗതി അല്ലേ പാടുള്ളൂ, ഒരു അൺനോൺ അല്ലേ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഹിന്റ് തന്നിട്ടുള്ളത് ഡിമാൻഡ് എന്താണ്? 0 ആണ് എന്നുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡിമാൻഡ് 0 ആണ്. അപ്പം എന്തായിരിക്കും മാക്സിമം പ്രൈസ് എന്നാ? നേരെ എന്ത് ചെയ്യാ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. 0 is equal to 50 minus 5p. That is 5p is equal to 50. P is equal to 50 by 5 and that is equal to 10. That is when demand is 0, the price is rupees 10 എന്ന് നമുക്ക് കണ്ടെത്തി. Simple, right? Now we will see the second question. Find the amount demanded when the commodity is free. Commodity free എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കൊമേഴ്സ് ആരല്ലേ, നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കമ്മോഡിറ്റി ഫ്രീ മീൻസ് ദ പ്രൈസ് ഇസ് 0 അല്ലെ. ഫ്രീ ഉള്ള സംഗതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് 0 ആണ്. സെക്കൻഡ് കേസിൽ നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്താണ്? ദ പ്രൈസ് ഇസ് 0. സോ we have to find the amount demanded. D ആണ് കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D is equal to 50 minus 5p. അപ്പൊ D ആണ് കണ്ടെത്തേണ്ടത്. P ക്ക് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് എന്ത്? P is equal to 0. That is D is equal to 50 minus 5 into 0. What is 5 into 0? It's equal to 0. So simply we could find that the demand when price is equal to 0 is 50. അപ്പൊ നിങ്ങൾക്ക് ഈ മെത്തേഡിലും ക്വസ്റ്റ്യൻസ് തരും. അപ്പം ഇങ്ങനെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും ഒരു ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ വന്നാല് നിങ്ങൾ ചെയ്യേണ്ടത്. ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ 2 unknowns. ഞാൻ ഇതിന്റെ തിയറി ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മേ ബി ഈ തിയറി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. പക്ഷെ അങ്ങനെ തോന്നണ്ട. കാരണം സിംപ്ലർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു സ്റ്റെപ്സ് എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് ഒരു അൺനോൺ ഉള്ള ഒരു സിംഗിൾ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് വിൽ ബി ഹാവിംഗ് 2 equations with 2 unknowns. അപ്പൊ ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 unknowns ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് ആയിരുന്നു ഇതുവരെ എടുത്തുള്ളത്. എക്സിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടാവും? എക്സ് ആൻഡ് വൈ. എക്സും നമുക്ക് അറിയില്ല, വൈയും നമുക്ക് അറിയില്ല. അങ്ങനെ 2 unknowns ഉണ്ടെന്നുണ്ടെങ്കിൽ in order to solve that type of equation we will need 2 equations. 2 equations നമുക്ക് വേണം. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 മെത്തേഡ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് സൊല്യൂഷൻ ബൈ എലിമിനേഷൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പൊ ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ഇപ്പം എക്സാമിനൊക്കെ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർട്ടിക്കുലർലി പറയാണ് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതർ മെത്തേഡ് യൂസ് ചെയ്യാന്ന് പറയണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഇത് യൂസ് ചെയ്താൽ മതി. അപ്പം ചിലവർക്ക് എന്ത് ചെയ്യും? ഇത് സിംപ്ലർ ആയിട്ട് തോന്നാം, ചിലവർക്ക് നെക്സ്റ്റ് വണ് സിംപ്ലർ ആയിട്ട് തോന്നാം. അപ്പം ജസ്റ്റ് സോൾവ് എന്ന് മാത്രമാണ് അധികവും വരാറ്. അപ്പൊ അങ്ങനെ വെറും സോൾവ് എന്ന് വന്നാല് നിങ്ങൾ ഇൻഡിവിജ്വലി എന്താണോ കംഫർട്ടബിൾ, ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് സൊല്യൂഷൻ ബൈ എലിമിനേഷൻ മെത്തേഡ്. ഇപ്പൊ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ളതാണ്. ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് ഒരു 5 സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ചെയ്യാൻ സിംപ്ലർ ആണ്. പക്ഷെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേക്ക് കോഎഫിഷ്യൻസ് ഓഫ് 1 unknown സെയിം ഇൻ ബോത്ത്. ഞാൻ ജസ്റ്റ് അതിന്റെ തിയറി പറയാം. മാത്സിൽ തിയറി ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്. 2 ഇക്വേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2 ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ് ഏതെങ്കിലും ഒന്നിന്റെ കോഎഫിഷ്യന്റ് എന്താക്കുക? നമ്മൾ ഈക്വൽ ആക്കുക. എന്താണ് ആദ്യം കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ? ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക. അപ്പം 5x എന്ന് പറഞ്ഞാല് എക്സിന് മുന്നേയുള്ള ഈ 5 ഇല്ലേ, ഇതാണ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ. 3y എന്ന് പറഞ്ഞാൽ എന്താണ് കോഎഫിഷ്യന്റ്? വൈയുടെ കോഎഫിഷ്യന്റ് ആണ് എന്ത്? 3. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. 2 ഇക്വേഷൻസ് ഉണ്ടാവുമ്പോൾ ആ 2 ഇക്വേഷനിലുള്ള 2 കോഎഫിഷ്യൻസും എന്താക്കി എടുക്കുക? കോഎഫിഷ്യൻസ് ആണ് കേട്ടോ, സെയിം ആക്കിയിട്ട് നമ്മൾ മാറ്റുക. അപ്പൊ അതായത് 3x ഉണ്ട് ഇവിടെ, 5x ഉണ്ടെന്നുണ്ടെങ്കിൽ 3ഉം 5ഉം വ്യത്യസ്ത നമ്പറുകളല്ലേ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കി മാറ്റണം. എന്നിട്ട് മാറ്റിയതിന് ശേഷം അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. ആഡ് ഓർ സബ്ട്രാക്ട് ടു ക്യാൻസൽ 1 unknown.
അതായത് നമ്മൾ ആ രണ്ട് ഇക്വേഷൻസിനെ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. അത് നമ്മൾ ഓരോ കേസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അറിയാത്ത ഒരു അൺനോൺ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ആ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാവുക? വിൽ ഹാവ് എൻ ഇക്വേഷൻ വിത്ത് വൺ അൺനോൺ. ഒരു അൺനോൺ ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു അൺനോൺ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടാവുക. അതെങ്ങനെയാ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ നേരത്തെ പഠിച്ച ആ സെയിം പാറ്റേൺ എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഒരു അൺനോണിന്റെ വാല്യൂ കിട്ടൂലേ? ആ അൺനോണിന്റെ വാല്യൂ, അതായത് ഇപ്പൊ നമ്മൾ ഒന്നിനെ ഇവിടെ എലിമിനേറ്റ് ചെയ്തു, എന്നിട്ട് ആ കിട്ടുന്ന അൺനോണിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ രണ്ടെണ്ണത്തിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ അൺനോണും കിട്ടും. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സിമ്പിൾ പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞ. തിയറി പറയുമ്പോൾ മേ ബി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. So okay, we'll go to the first question. നോക്കൂ, first question, 4x plus 2y is equal to 6, 5x plus y is equal to 6. അതായത് x ഉണ്ട് y ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ട്? രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ പറയുന്ന അതേ ഫോർമാറ്റിൽ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മേക്ക് ദ കോഎഫിഷ്യൻസ് സെയിം എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി എനിക്ക് ഈ രണ്ട് കോഎഫിഷ്യൻസും സെയിം ആക്കിയിട്ട് മാറ്റണം. അതിനുള്ള ബെസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ ഇക്വേഷൻ 1നെ ഈ കോഎഫിഷ്യന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാം നെക്സ്റ്റ് ഇക്വേഷന്റെ കോഎഫിഷ്യന്റിനോട്. അപ്പം ഇക്വേഷൻ 1 into 5 ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഇക്വേഷനെ ഇപ്പോഴത്തെ കോഎഫിഷ്യന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യാം 2 into 4. അപ്പൊ എന്താ വരുന്നത് നോക്ക്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ ഈ സെക്കൻഡ് ഇക്വേഷന്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റിനോട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ആവട്ടെ ഡിവിഷൻ ആവട്ടെ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു ഇക്വേഷനിൽ ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് ചെയ്യണം. അപ്പൊ നമ്മള് ഓരോ നമ്പറിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒന്ന് പറഞ്ഞോളൂ. 4 5s are 20 into x plus 5 into 2 10y is equal to 5 into 6 6 5s are 30. എന്ത് ചെയ്തു? ഓരോ നമ്പറിനെയും ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റത്തെ കോഎഫിഷ്യന്റ്, അതായത് സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 4 ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? 5 into 4 20x പ്ലസ് 1 ആണ് ഇവിടെ അതിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ 1 into 4 4y is equal to 6 into 4 എത്രയാ? 24. കണ്ടോ? നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. രണ്ട് ഇക്വേഷൻസിന്റെയും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ എന്തായി? ഇവിടെയുള്ള എക്സും ഇവിടെയുള്ള എക്സിന്റെയും ടേം എന്തായി മാറി? ഒരേപോലെ. നമ്മൾ എന്ത് ചെയ്തു? മേക്കിംഗ് ദ കോഎഫിഷ്യൻസ് സെയിം എന്നുള്ള ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. 1 2 3 4 എന്നൊന്നും കൊടുക്കണ്ട. ചിലവർക്ക് മേ ബി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തു പോവാം. എന്നാൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒന്നും വരില്ല. എല്ലാതും ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മള് ഇവിടെ ഒരു താഴെ ഒരു ലൈൻ വരക്കാം. ഇനി നമുക്ക് ഒരു കോഎഫിഷ്യന്റിനെ ക്യാൻസൽ ചെയ്യണം ഓർ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ 3ഉം 4ഉം ആണ് ഈ രണ്ട് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്ത് എന്ത് ചെയ്താലാണ് ഇത് പോവുക? അപ്പം മൾട്ടിപ്ലൈ ആഡ് ചെയ്യട്ടെ സബ്ട്രാക്ട് ചെയ്യട്ടെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എക്സുകളുടെ ടേം സബ്ട്രാക്ട് ഓർ ആഡ് ചെയ്യണം, വൈകളുടെ ടേം തമ്മിൽ നമ്പേഴ്സ് തമ്മിൽ, അങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇവിടെ 20x ഇവിടെ 20x എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓരോന്ന് അതതുകളുടെ മാത്രം ചെയ്യാം. 20x മൈനസ് 20x 0. അപ്പൊ എന്തായി? എക്സിന്റെ ടേം പോയി. ഇനി നോക്കൂ, 10y മൈനസ് 4y എന്താ വരുന്നത്? 6y. നേരെ ഇതിന്റെ താഴെ തന്നെ എഴുതിയാൽ മതി കേട്ടോ, എന്നാ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. 30 മൈനസ് 24 എത്രയാ? 30 മൈനസ് 24 6. നമുക്ക് എന്ത് കിട്ടി? ഒരൊറ്റ അൺനോൺ ഉള്ള ഒരു സിംഗിൾ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് 6y is equal to 6. ഇനി സോൾവ് ചെയ്യാൻ ഈസി അല്ലേ? എങ്ങനെയാ ചെയ്യാ? 6y equal to 6 എന്ന് പറഞ്ഞാൽ y is equal to എന്താ? 6/6 that is equal to 1. നമുക്ക് എന്ത് കിട്ടി? The value of y is equal to 1. y യുടെ വാല്യൂ എന്തായിട്ട് കിട്ടി? 1 ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഒരു അൺനോണിനെ കണ്ടെത്താൻ പറ്റി. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്? ഒരു അൺനോണിനെ കണ്ടെത്തിയാൽ ഈ അൺനോണിന്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മറ്റേ അൺനോണും കിട്ടും. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം.
വാല്യൂ ഓഫ് y is equal to 1 എന്ന് കിട്ടി. ഇനി ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ y യുടെ വാല്യൂ. അപ്പം 4x plus 2y equal to 6 ആണ് ഞാൻ എടുത്തിട്ടുള്ള ഇക്വേഷൻ. നിങ്ങൾ ഇതിലിട്ടാലും എന്ത് കിട്ടും? നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഇൻസ്റ്റെഡ് ഓഫ് y I am giving 1. That is 4x plus 2 into 1 is equal to 6. 4x plus 2 is equal to 6. 4x is equal to 6 minus 2, that is equal to 4. Then 4x equal to 4 means x is equal to 4 by 4, that is equal to 1. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയേ? x is equal to 1, y is equal to 1. അതായത് ഈ y യുടെ വാല്യൂ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x ന്റെ വാല്യൂ 1 എന്ന് കിട്ടി. ഇനി ഡൗട്ട് ഉള്ളവർ ഇതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പം എങ്ങനെയായാലും നമുക്ക് കിട്ടിയ വാല്യൂസ് എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ത് തന്നെയാണ് കിട്ടിയത്? 1 തന്നെയാണ് കിട്ടിയത്. ഇനി ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സ് 1 ആണെന്നുണ്ടെങ്കിൽ 4 into 1 4 പ്ലസ് 2 into 1 2 4 plus 2 6. നമുക്ക് എന്ത് ചെയ്യാം? റീചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരൊറ്റ പ്രോബ്ലം കൂടെ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. So students, now we are going to solve another equation of the same pattern. Solution by elimination method തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് 8x plus 7y is equal to 10. രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 8x plus 7y equal to 10. Second one 11x is equal to 10 into 1 minus y. അപ്പോൾ ഫസ്റ്റത്തെ നോക്കിയാണ് അല്ലേ? ഒരു എക്സിന്റെ ടേം ഉണ്ട്, ഒരു വൈയുടെ ടേം ഉണ്ട്, ഈക്വൽ ടുന്റെ ശേഷം എന്തുണ്ട്? ഒരു നമ്പർ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? ഇവിടെ എന്തല്ല? കറക്റ്റ് ഫോർമാറ്റിലല്ല. സോ വിൽ ഹാവ് ടു ചേഞ്ച് ദ സെക്കൻഡ് വൺ. ഇതിന് ചെറിയൊരു ചേഞ്ച് വരുത്തണം. അപ്പൊ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റ് എന്നുള്ള എന്ത് ചെയ്യണം? സംഭവം ഒഴിവാക്കണം. അപ്പൊ ബ്രാക്കറ്റ് എന്ന് മീൻസ് എന്തായിരുന്നു? ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഒഴിവാക്കാം. ദാറ്റ് ഈസ് 11x is equal to 10 into 1 10 minus 10 into y 10y. ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ മൈനസ് 10y നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്ത് വരും? 11x plus 10y is equal to 10. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ടൈപ്പ് ഓഫ് ഇക്വേഷനെ. അപ്പൊ ചില കേസസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തരാതെ ആ ഒരു ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് മീൻസ് നമ്പേഴ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കും കിടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഫസ്റ്റ് അതിന്റെ ഓർഡറിലേക്ക് മാറ്റണം. അപ്പൊ നമ്മളുടെ രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് 11x plus 10y is equal to 10 ഉം ഒന്ന് എന്താണ്? 8x plus 7y is equal to 10 ഉം. So I am giving this equation number 1 and I am giving this equation number 2. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? Make the coefficients same. അപ്പൊ എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 into എന്ത് 8. ഇക്വേഷൻ 1 ന് എന്ത് ചെയ്യണം? 8 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So 11 into 8 means 88x plus 10 into 8 എന്ത് വരും? 80y is equal to again 10 into 8 80. ഇനി ഇക്വേഷൻ നമ്പർ 2 നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 11 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2 into 11. So 8 into 11 എന്ത് വരും? 88x plus 7 into 11 എന്ത് വരും? 77y is equal to 11 into 10 എന്ത് വരും? 110 വരും. ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്നും ഇക്വേഷൻ നമ്പർ 4 എന്നും ചെയ്യാം. സോ ഗിവൻ അണ്ടർലൈൻ ഹിയർ. നമ്മൾ നോക്കുക ഈ ഇക്വേഷൻ ആഡ് ചെയ്താലാണോ സബ്സ്ട്രാക്ട് ചെയ്താലാണോ നമുക്കൊരു കോഎഫിഷ്യന്റിനെ ഒരു അൺനോണിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഹിയർ ഇറ്റ് ഈസ് 88x and here also it is 88x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 എന്താ കിട്ടുക? 88 ഉം 88 ഉം എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. 80 മൈനസ് 77 എത്രയാണ് വരുന്നത്? 3y അല്ലേ? ഈക്വൽ ടു ഇവിടെ 80 മൈനസ് 110 ആണ് കേട്ടോ. 80 മൈനസ് 110 ആണ്. ഒരു സ്മോൾ നമ്പറിനാണ് നമ്മളൊരു ബിഗ് നമ്പറിനെ മൈനസ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? ആൻസർ ഈസ് ഈക്വൽ ടു 20 പ്ലസ് 10 30 വരും. അപ്പം മൈനസ് 30 വരും അല്ലെ? ചെറുതെന്ന് വലുത് കുറക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലിയ
വലുതിന്റെ സൈൻ ഇടുക. അപ്പം 80 മൈനസ് 110 എന്ന് പറഞ്ഞാല് 110 എന്താണ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് 30. അപ്പം 3y is equal to minus 30 implies y is equal to minus 30 by 3, that is equal to minus 10. So that the value of y is equal to minus 10 നമുക്ക് കിട്ടി. അപ്പം ഒരു കോഎഫിഷ്യന്റിനെ എലിമിനേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ഒരു അൺനോണിനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ അൺനോണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, we'll get the other unknown. That is the value of y is equal to minus 10. അപ്പോൾ ഈ minus 10 ഈ y ക്ക് പകരം ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. That is 8x plus 7 into minus 10 is equal to 10. ഇനി നമുക്ക് ഈ x ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. 8x minus 70 equal to 10. 8x is equal to, ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, minus 70 becomes plus 70. 10 plus 70 is equal to 80. That is 8x is equal to 80 means x is equal to 80 by 8, that is equal to 10. So that നമുക്ക് കിട്ടിയ സൊല്യൂഷൻ x is equal to 10, y is equal to minus 10. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് 2 പ്രോബ്ലംസ് തരാം. ആ പ്രോബ്ലംസ് ഒന്ന് തനിയെ എല്ലാവരും ഇന്ന് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.